ടെക്നിക്കൽ അനാലിസിസ് എന്താണ്, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണെന്ന് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. വീഡിയോ മൊത്തമായിട്ട് കാണാൻ വേണ്ടി നോക്കുക. എൻ്റെ ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ടാവും. ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എനിക്ക് തരാൻ വേണ്ടി പറ്റുന്ന സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. നിങ്ങൾ എന്തായാലും വീഡിയോക്ക് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഒരു ലൈക്കും കൂടി തരിക. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളെല്ലാം ആ ഒരു കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ നമുക്ക് ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയും കൂടി ഉണ്ട്. എഫ്എക്സ് ടോക്സ് മലയാളം എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ കൂടുതലും ട്രേഡ് ചെയ്യുന്നതും ഡെയിലി ട്രേഡ് ചെയ്യുന്നതെല്ലാം ഫോറക്സിലാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ കൂടുതലും ചെയ്യുന്നുണ്ടാകുക ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ചാനൽ ഇവിടെ തുടങ്ങണമെന്നും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഫോറക്സ് പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റും ബിഗിനിങ് തൊട്ട് അഡ്വാൻസ് ലെവലിലേക്ക് പഠിക്കാന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നുണ്ടാകുക ടെക്നിക്കൽ അനാലിസിലും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഫണ്ടമെന്റൽ തിങ്കിനായിരിക്കും നമ്മൾ കൂടുതലും ലോജിക്കായിട്ട് എങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യാന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ സിമ്പിളായിട്ടായിരിക്കും ഞാൻ ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ടാകുക. അതുകൊണ്ട് തന്നെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഷെയർ മാർക്കറ്റ് അതേപോലെ ഫോറക്സ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ടാകുക എന്താണ് നമ്മളിപ്പോൾ ഒരു ഷെയർ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നും ബ്രോക്കർ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നെല്ലാം ഈ ഒരു സീരീസിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആൾക്കാർ വരുന്നുണ്ടാകുക എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അവിടെ ട്രേഡ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം ബേസ് ചെയ്തിട്ടാണ് വരുന്നുണ്ട്. അപ്പോൾ വെറുതെ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുക, പയ്യാൻ സെല്ല് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി പോകാൻ വേണ്ടി പറ്റുമോ? ശരിക്കും നമുക്കവിടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. എൻ്റെ ഒരു ജേർണിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വലിയ പൈസ ഒന്നുമില്ല, ചെറിയ ചെറിയ പൈസകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ടൈം എത്തുന്ന സമയത്ത് ഞാൻ അതെല്ലാം ലൂസ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കിയതിനെക്കാട്ടിയും ഡബിൾ ലൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള പ്രോബിലിറ്റി ഓഫ് ഗെയിം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഘടകങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് നമ്മൾ എന്തായാലും പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുറേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്നില്ല, ബേസിക് ആയിട്ടുള്ള തിങ്കൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ക്വാർട്ടറിൽ റിസൾട്ട് വരുന്ന കാര്യങ്ങൾ അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സിമ്പിൾ കാര്യങ്ങളുണ്ട്, അതെല്ലാം മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാൻസിക്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഞാൻ ICT പറഞ്ഞുള്ള കോൺസെപ്റ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ആ കോൺസെപ്റ്റ് യൂസ് ചെയ്യാറില്ല. നോർമലി ഉള്ള പാറ്റേൺസ്, സപ്പോർട്ട് റെസിസ്റ്റൻസിലാണ് കൂടുതലും ലോജിക്കൽ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിലും പറഞ്ഞു വന്ന കാര്യം ഇതാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡിംഗ് ജേർണി, നമുക്ക് ഇതിന് പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഗ്യാമ്പിൾ ചെയ്തിട്ടല്ലാതെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫണ്ടമെന്റൽ എന്താണ് അനാലിസിസ് ചെയ്യുന്നത്, അതേപോലെ ടെക്നിക്കൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള രണ്ട് അനാലിസിസ് ആണ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നുണ്ടാകാം. ഒന്ന്, ഫണ്ടമെന്റൽ, ആ ഒരു കമ്പനിയെ ഡീപ്പായിട്ട് മനസ്സിലാക്കുക എന്നുള്ള കാര്യം. അതിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടില്ല, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സെക്കൻഡ് തിങ്, ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒന്നാണ് ടെക്നിക്കൽ അനാലിസിസ്. അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ക്യാൻഡിൽ സ്റ്റിക്സ് തൊട്ട് സിംഗിൾ ക്യാൻഡിൽസ്, മൾട്ടിപ്പിൾ ക്യാൻഡിൽസ് ഓരോന്ന് എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ ടെക്നിക്കൽ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ ചാർട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതലും ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. എന്താണ് ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഷെയർ എടുക്കലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള മൊമെൻറ്റം ബേസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് മൂവ്മെന്റ് ഹൈയും ലോ, ഇപ്പം 100 110 പോകുന്നുണ്ടാവും, 105 പോകുന്നുണ്ടാവും, 90 പോകുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ പോയിട്ടുള്ള പ്രൈസ് പോയിന്റുകളെല്ലാം പ്രീവിയസ് ആയിട്ട് ഹിസ്റ്റോറിക്കലി പോയിട്ടുള്ള ആ ഒരു പ്രൈസ് റേഞ്ചുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്ന ഒരു ലൈൻ ഉണ്ടാവും. അപ്പം ഇതിനെയാണ് നമ്മൾ ചാർട്ട് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നുണ്ടാവും. നമ്മളെ പണ്ട് എക്കണോമിക്സിന്റെ ക്ലാസ്സിലും നമ്മൾ നോർമലി കാണുന്നതായിരിക്കും ഇങ്ങനെ ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ECG എല്ലാം പോലെ ഒരു സംഭവമാണ്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് അനാലിസ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ ഇത് അനാലിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നമ്മൾ കാൻസിക്സ് പോലുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് നമ്മളൊരു പ്രഡിക്ഷൻ നടത്തലാണ്. അത് പ്രോബിലിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പോയിട്ട് പ്രെഡിക്റ്റ് ചെയ്യില്ല, എല്ലാ പഠിച്ച കാര്യങ്ങളും പോയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാതെല്ലാം ചെയ്യുന്നുണ്ടാകുക. നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു സെയിം മോഡൽ തന്നെ ആയിരിക്കും നമ്മൾ റിപ്പീറ്റബിൾ ആയിട്ട് ചെയ്യുന്നുണ്ടാകുക. അതേപോലെ തന്നെ എനിക്ക് മെൻഷൻ ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം,
സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ട്രേഡിംഗിൽ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് മാത്രം നിങ്ങൾക്ക് ഇൻവെസ്റ്റിൻ്റെ കാര്യം വേറൊന്നാണ്. ടെക്നിക്കൽ അനാലിസിസ് ബേസ് ചെയ്ത് മാത്രം നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ നിങ്ങളുടെ സൈക്കോളജി, ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്ട്രക്ചറായിട്ട് മനസ്സിലാക്കുന്നുണ്ടാവും. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി പഠിക്കാൻ വേണ്ടി ഈ ഒരു സീരീസിൽ ഇനി അങ്ങോട്ടേക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ടാകുക, ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ടാകുക ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചിട്ടായിരിക്കും. സ്റ്റോക്ക് സെലക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പിലാണ്. എന്താണ് ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊരു ബേസിക് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് തരണമെന്നുണ്ടായിരുന്നുള്ളൂ. പലർക്കും മനസ്സിലായി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇവിടെ എല്ലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ട്രക്ചറായിട്ട് ഞാൻ പ്ലാനും ചെയ്തിട്ടില്ല ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ജസ്റ്റ് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ്. ഒരുപാട് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ ഞാൻ സംസാരിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇടണമെന്ന് വിചാരിച്ചില്ല. ജസ്റ്റ് ആ ഒരു സ്ട്രക്ചറായിട്ട് പോകണമെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷേ എനിക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യണം തോന്നി, ഞാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആ ഒരു കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് അവിടെ ഫ്രീ ആണ്. അവിടെ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.